ഗുഡ് ഈവനിങ് ഗൈസ്. സൺഡേ ഈവനിങ് ആണ്. അപ്പോൾ ഒരു ഡോണർ കഴിക്കാൻ പോയാലോ? എന്നാ ശരി, പോയേക്കാം. ഓക്കേ, അപ്പം 2 മിനിറ്റിൽ നമുക്കൊരു ബസ് വരുന്നുണ്ട്. നമുക്കതിനെ പിടിച്ച് പോകാം. ആൻഡ് ഹിയർ കംസ് നമ്മുടെ ബസ്. ഈ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. ഇത് സ്ലോഷിലേക്കുള്ള ബസ്സാണ്. ഡാംസ്റ്റാഡിൽ സ്ലോഷിലുള്ള ജാങ്കോയിലോട്ടാണ് നമ്മൾ ഡോണർ കഴിക്കാൻ പോകുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ബസ്സിൽ. നമ്മൾ കയറിയെടുത്തുനിന്ന് 2ാമത്തെ സ്റ്റോപ്പാണ് സ്ലോഷ്. അപ്പം എൻ്റെ സ്റ്റോപ്പ് എത്താറായി. അങ്ങനെ വാ. ആ കാണുന്നതാണ് ജാങ്കോ. അപ്പം വാ, നമുക്ക് പോയി വാങ്ങാം ഡോണർ. ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞു. Very good. Mit allem? Ja. Mit allem drum. Tomato nicht. Tomato 7 Euro 50 Cent today. ഞാൻ ഓൾറെഡി എന്താ വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അവരെടുക്കും. ഇതൊക്കെയാണുള്ള വെജിറ്റബിൾസ്. ഇതെല്ലാം ഇട്ട് അവർ എടുത്തു തരും. ടൊമാറ്റോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ അതവിടെ ഇട്ടില്ല. ബാക്കി എല്ലാം ഇട്ട് അവർ തരും. ഇതാ ഈ വലിയ റോട്ടിയിലേക്ക് ഫസ്റ്റ് ചിക്കനും പിന്നെ ഈ വെജിറ്റബിൾസ് ഒക്കെ ഇടും. So, mit allem ohne Tomaten. Ja. Mit scharf. Spicy. Spicy oder scharf. Gleich ist. Spicy oder scharf. Mit Kalbfleisch. അവിടെ നിന്ന് എക്സ്ട്രാ സോസും സ്പൈസി ഒക്കെ ഇട്ടിട്ട് അവരിപ്പോൾ തരും. So, mit allem ohne Schaf. Danke. Dankeschön. ഗൈസ്, അങ്ങനെ നമ്മുടെ ദുരം ഡോണർ കിട്ടിയിരിക്കുവാണ്. ഇതാണ് നമ്മുടെ ദുരം ഡോണർ. ഇത്ര വലുതാണ്. ഒരാൾക്ക് നല്ല ഫില്ലിങ്ങാണ്. ഇതിൻ്റെ അകത്ത് വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഇത് നമുക്ക് ആക്ച്വലി ഓരോരുത്തരുടെ ഇഷ്ടത്തിന് വേണമെങ്കിലും എടുക്കാം. ചിക്കൻ ഉണ്ട്, ബീഫുണ്ട്, പിന്നെ ചില ഷോപ്പുകളിലൊക്കെ മട്ടനും അവൈലബിൾ ആണ് ഇങ്ങനെ ദൂരം ഡോണറിൽ. അപ്പോൾ നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാം. ഞാനപ്പോൾ ഇതുമായിട്ട് എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടുണ്ട്, അവിടെ പോയിരുന്ന് കഴിക്കാം. സോറി ഗൈസ്, നടക്കാനുള്ള മടി കാരണം ഞാനിവിടെ അടുത്ത് തന്നെ ഒരു സ്പോട്ട് പിടിച്ചു. എൻ്റെ ഫേവറേറ്റ് സ്പോട്ടിലേക്ക് പോകാൻ കുറേ ദൂരമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് തന്നെ ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഈ ഡോണർ. അപ്പോൾ വാ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാ ഇങ്ങനെ ഫോയിലിൽ കവർ ചെയ്താണ് ഒരു ഡോണർ തരുന്നത്. അപ്പോൾ നമുക്കത് ഓപ്പണാക്കി കഴിക്കാം. ഗൈസ്, ഇതാണ് ഡോണർ. ഓപ്പൺ ആക്കുമ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ അകത്ത് വെജിറ്റബിൾസാണ്. സവാള, ക്യാബേജ് 2 കളർ, വെള്ളയും പർപ്പിളും ഇടും. പിന്നെ സോസ്, പാപ്രിക്ക ഉണ്ട്. അത് വേണമെങ്കിൽ നമ്മൾ പറഞ്ഞാൽ ഇട്ട് തരും. പിന്നെ സോസ് ഇട്ടിട്ട് സ്പൈസ് വേണമെന്ന് പറഞ്ഞാൽ സ്പൈസി ഇട്ട് തരും. ഇതാണ് സംഭവം. തുർക്കിയിൽ നോർത്തിൽ ഒരു ബുരീസ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഡെവലപ്പ് ചെയ്തൊരു ഫുഡാണ് ഡോണർ. 19th സെഞ്ച്വറിയിൽ ഡെവലപ്പ് ചെയ്തൊരു ഫുഡാണ്. അപ്പോൾ വാ, നമുക്ക് ട്രൈ ചെയ്യാം. ഇതാ ഗൈസ്, ഇങ്ങനെ അതിൻ്റെ അകം ഇരിക്കുന്ന ചിക്കനും ഒക്കെ ഫില്ലായിട്ട്. ക്യാബേജ് ഞാൻ പറഞ്ഞില്ലേ, പർപ്പിൾ കളർ ക്യാബേജ് ഒക്കെ ഇട്ടിട്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും.
അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ അകം ഇരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇവിടെ ഒരു ഡോണർ വാങ്ങാൻ വേണ്ടി വരികയാണെങ്കിൽ ക്യാഷ് കൊണ്ടുവരിക. രണ്ടോ അതിൽ കൂടുതലൊക്കെ ആണെങ്കിൽ അവർ കാർഡ് അക്സെപ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ കാർഡ് എടുക്കില്ല. മിക്കവാറുമുള്ള ഡോണർ ഷോപ്പിലൊക്കെ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. എല്ലാവരും ഒന്നും ഒരു ഡോണറായിട്ട് വാങ്ങാൻ ക്യാഷ് തന്നെ വേണം, അവർക്ക് കാർഡ് എടുക്കില്ല. അപ്പോൾ ക്യാഷായിട്ട് പോവാൻ വേണ്ടി ട്രൈ ചെയ്യും. ഈ റേറ്റ് പറഞ്ഞത് ഡാംസ്റ്റാഡിലെ കാര്യം കേട്ടോ. ബാക്കി ഫ്രാങ്ക്ഫർട്ടിലൊക്കെ 3.5 യൂറോയ്ക്കും ഡോണർ കിട്ടുമെന്ന സ്ഥലം ഉണ്ടെന്നും ഞാൻ കേട്ടിട്ടുണ്ട്, ഷോപ്പ് ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഫ്രാങ്ക്ഫർട്ടിൽ പക്ഷേ ഞാൻ ഇതിനു മുമ്പ് ഒരു തവണ കഴിച്ചപ്പോൾ അവിടെ 6.5 യൂറോയ്ക്ക് തന്നെയാണ് ഞാൻ അവിടുന്ന് വാങ്ങിയിട്ടുള്ളത്. അപ്പം ഷോപ്പ് അനുസരിച്ചും സ്ഥലങ്ങളനുസരിച്ചും ഡിഫറെൻ്റ് ആയിരിക്കും എന്നും തോന്നുന്നുണ്ട്. എന്തായാലും നിങ്ങളും വാങ്ങി ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റാണ്, ഭയങ്കര ഫില്ലിംഗ് ആയിട്ടുള്ളതാണ്. എല്ലാ തവണയും ഞാൻ വിചാരിക്കും ഞാൻ ഇനി ഇത് വാങ്ങില്ല എന്ന്. ഓരോ തവണ കഴിച്ചു കഴിയുമ്പോഴും ഞാൻ വിചാരിക്കും ഓക്കെ ഡോണർ കഴിച്ചു മടുത്തു, ഇനി ഞാൻ വാങ്ങില്ല എന്ന്. പക്ഷേ പിന്നെയും വരൂ, എന്നെ ട്രൈ ചെയ്തിട്ട് പോകൂ എന്നെന്നെ മാടി വിളിക്കുന്നൊരു ഡിഷാണ് ഡോണർ. സോ എല്ലാവരും പോയി ട്രൈ ചെയ്യണം. അങ്ങനെ ഡോണറൊക്കെ കഴിച്ച് വയറ് ഫില്ലായ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ജാങ്കോനോട് ബൈ പറഞ്ഞിട്ട് റൂമിലേക്ക് പോവാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ.